പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചാനലിൽ ഡിഗ്രി, PG, SSLC, +2 വിദ്യാർത്ഥികളുടെ പോർഷൻ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളൊക്കെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു +2 വിദ്യാർത്ഥിക്ക് അവരുടെ സബ്ജക്റ്റുകൾ ഈ ചാനൽ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ഇതാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു +2 ഒരാഴ്ചയിൽ 1-2 ക്ലാസ്സുകൾ +2 ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അതായത് നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ ഉപകാരമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ആ ക്ലാസ്സിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ക്ലാസ്സാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ഈ വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് ആണ്. എന്താണ് ഈ എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളെടുത്തൊരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബോക്സിൻ്റെ വോളിയം 100 ആയിക്കോട്ടെ. ഞാൻ ഇതിലേക്ക് ഒരു ബോൾ വെക്കുക. ആ വെക്കുന്ന ബോളിൻ്റെ വോളിയം 50 ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു ബോളേ വെച്ചിട്ടുള്ളൂ നേരിക്കുക. ആ ബോളും കഴിച്ച് കുറേ ഭാഗം ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. എല്ലാം എനിക്ക് പറയാം, ഈ ബോളിൻ്റെ 50% അല്ലെങ്കിൽ ഈ പെട്ടിയുടെ 50% ഭാഗത്ത് മാത്രമേ എനിക്ക് പാക്കിംഗ് നടത്താൻ പറ്റിയിട്ടുള്ളൂ. അത് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് സ്ഫിയറിൻ്റെ വോളിയം എത്രയാണ്, പെട്ടിയുടെ വോളിയം 100. അതിൽ 50 സ്ഥലത്ത് മാത്രമേ ബോളുള്ളൂ. 50/100 പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് 50%. ഇനി ഞാൻ പറയട്ടെ, 100 പെട്ടിയുടെ 100, 25 വോളിയമുള്ള 2 വെക്കും. അതിൻ്റെ അകത്ത് 2 ബോൾ അതിൽ വെക്കുന്നിരിക്കുക. അങ്ങനെയാകുമ്പോൾ എനിക്ക് പറയാം, ഇവിടെ പെട്ടിയുടെ വോളിയം 100, ഒരു ബോളിന് 25, അപ്പോൾ 2 ബോളിന് 50. 50 × 100 കൊടുത്താൽ നമുക്ക് 50% കിട്ടുക. ഇതാണ് ശരിക്കും എഫിഷ്യൻസി. ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പാർട്ടിക്കിൾസിനെ വെച്ചാൽ എത്ര ശതമാനം ഭാഗത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്, അതാണ് അവിടുത്തെ എഫിഷ്യൻസി. നമ്മൾ സിമ്പിൾ ക്യൂബിക്കിനും BCCക്കും FCCക്കുമുള്ള എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, റൈറ്റ്? അതിൽ ഒന്നാമത്തെ സിമ്പിൾ ക്യൂബിക് ആയിക്കോട്ടെ. സിമ്പിൾ ക്യൂബിക്കിന്റെ എഫിഷ്യൻസിയെ നമ്മൾ ഈറ്റ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുക. സിമ്പിൾ ക്യൂബിക്കിൽ നിങ്ങൾക്കറിയാം, പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട് അറ്റ് കോർണേഴ്സ് മാത്രമല്ലേ. അപ്പം ഒരു കോർണറിൽ ഞാനൊരു ബോളിനെ ഇങ്ങനെ വരക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് അതിനകത്ത് പറഞ്ഞിരിക്കാനും ഈ ബോളിൻ്റെ ഫുൾ ഭാഗം ഈ പെട്ടിക്ക് കിട്ടൂല. ആ ബോളിൻ്റെ 1/8 ഭാഗം മാത്രമല്ലോ പെട്ടിക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ബോളിൻ്റെ 1/8 ഈ പെട്ടിക്ക് കിട്ടും, ഈ ബോക്സിന് കിട്ടും. ഇവിടെ ഒരു ബോൾ വെച്ചാൽ അതിൻ്റെയും 1/8 കിട്ടും. അങ്ങനെയാണെങ്കിൽ 8 കോർണറിൽ ബോൾ വെച്ചാൽ 8ൻ്റെയും 1/8 കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ സെഡിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദാറ്റ് ഈസ് 8 × 1/8 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 ആയിരിക്കും. റെഡി? ഇനി ഒരു ചോദിക്കട്ടെ, ഈറ്റ എന്ന് വെച്ചാൽ, എഫിഷ്യൻസി എന്ന് വെച്ചാൽ വോളിയം occupied by sphere divided by വോളിയം ഓഫ് ക്യൂബിൻ്റെ വോളിയം ഇൻറ്റു എത്രയാണ്, 100 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ ഈ പെട്ടിയിലുള്ള സ്ഫിയർ ഒരു സ്ഫിയർ അല്ലടാ, ഓരോന്നിൻ്റെയും 1/8 കിട്ടുമ്പോൾ മൊത്തം 1 ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ വോളിയം occupied by, അപ്പൊ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ വോളിയം ഓഫ് എത്ര സ്ഫിയറാ, 1 സ്ഫിയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് എന്തോന്നാണ്, ഓഫ് ക്യൂബ് ആണ്. റെഡി? വോളിയം ഓഫ് 1 സ്ഫിയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഈറ്റ ഈക്വൽ ടു 4/3 πr³ പഠിച്ചിട്ടില്ലേനോ നിങ്ങൾ? സ്ഫിയറിന്റെ വോളിയം കാണുന്നത് πr³ 4/3 πr³ 4/3 πr³ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് വോളിയം ഓഫ് ക്യൂബ് ആണ് അല്ലേ.
ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത് എ അല്ലടോ. അങ്ങനെയാകുമ്പോൾ എ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ വോളിയം ഡിവൈഡഡ് ബൈ എ ക്യൂബ്. റെഡി? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആർ ഈസ് ഈക്വൽ ടു a/2 ആണ്. ആരുടെ കേസിൽ? സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിൽ ആറും എയും തമ്മിലുള്ള ബന്ധം ആർ ഈക്വൽ ടു a/2 ആ. ഓർ ഇതിങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2r ഈസ് ഈക്വൽ ടു എത്രയാണ്? എ ആണ്. അത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. പൈ ഈറ്റ ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 2r ഹോൾ ക്യൂബ് ഇങ്ങനെ കൊടുക്കുക. റെഡി? ഇനി ഇതിനെന്ത് ചെയ്യുന്നറിയാം? ദാറ്റ് ഈസ് വാട്ട് ഡൂയിങ് ഈസ് ദാറ്റ് ഈറ്റ ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഹോൾ ഡിവൈഡ് ബൈ 2r ഹോൾ ക്യൂബ് ഇല്ലേ? അത് നമുക്കൊരു കാര്യം ഇവിടെ ഇൻറ്റു 8r ക്യൂബ് എന്ന് എഴുതാം. 2 ക്യൂബ് ഇസ് 8. വെട്ടി നോക്കാം. ആർ ക്യൂബും പോയി, 8ഉം ഇതും പോയാൽ ബാക്കി 2 ആയി. ഇവിടെ പൈ ഉണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ അല്ലടോ π/6. π/6 നിങ്ങൾ ചെയ്താൽ ദാറ്റ് ഈസ് ഈറ്റ ഈക്വൽ ടു π/6 ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0.524 ആണ് കിട്ടുക. ഈ കിട്ടുന്ന വാല്യൂന്ന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നാ പറയാ. പാക്കിംഗ് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ഈസ് നത്തിങ് ബട്ട് 1-നേക്കാൾ കുറവ്. എന്ന് വെച്ചാൽ 1 വോളിയം ഉള്ള ക്യൂബ് ആണെങ്കിൽ അവിടെ 0.524 സ്ഥലത്ത് മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം എഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ 100-ലാക്കി മാറ്റുക. ഇതിനെ 100-ലാക്കി മാറ്റുക. 100-ലാക്കി അത് 1-ൽ 0.524 ആണെങ്കിൽ 100 ആവുമ്പോൾ 52.4%. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിന്റെ എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് 52.4. പാക്കിംഗ് ഫ്രാക്ഷൻ 0.524, ചിലപ്പം π/6. ഇതും ഓർത്ത് നോക്കണേ. π/6 എന്നുള്ള വാല്യൂ ഇതാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ 52.4% ആ പെട്ടിയിൽ ബോൾ ഓക്യുപ്പൈ ചെയ്തതെങ്കിൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ എന്നാ അറിയാം വോയിഡ് മീൻസ് കാലി സ്ഥലം ഈസ് ഈക്വൽ ടു 100 മൈനസ് 52.4. ദാറ്റ്സ് ഈക്വൽ ടു വിൽ ഗെറ്റ് എത്രയാണ് കിട്ടുക? 47.6. ദാറ്റ് ഈസ് 47.6 ആയിരിക്കും അവിടെ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദി വോയിഡ്സ്. റൈറ്റ്? നമ്മൾ ചെയ്യാൻ പോകുന്നത് BCCയുടെ കേസിലാണ്. BCC നിങ്ങൾക്കറിയാം, BCCയിൽ ഒരു ക്യൂബിനുള്ള എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2. കാരണം BCCയിൽ പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ട്, അതേപോലെ തന്നെ ബോഡിയിലുണ്ട്. കോർണറിലെ പാർട്ടിക്കിൾസിന് 8 പേർ ഷെയർ ചെയ്യും. അപ്പോൾ 8 × 1/8 1. ബോഡിയിലെ പാർട്ടിക്കിൾസിന് ആരും ഷെയർ ഉള്ള അയാൾക്ക് സ്വന്തമാണ്. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ Z വാല്യൂ 2 ആണ് അല്ലേ? Therefore you can say that ഞാൻ പറഞ്ഞു ഈറ്റ ഈസ് ഈക്വൽ ടു വോളിയം ഓക്യുപ്പൈഡ് ബൈ സ്ഫിയേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബ് ഇൻറ്റു 100. അപ്പം എനിക്ക് പറയാം ഇവിടെ വോളിയം ഓക്യുപ്പൈഡ് ബൈ എത്ര സ്ഫിയർ? 2 സ്ഫിയേഴ്സ്, 2 സ്ഫിയേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് ഇൻറ്റു 100. 100 കൊടുത്താൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. നമുക്ക് 100 ലാസ്റ്റ് ചെയ്യാം അവിടെ നിൽക്കുന്ന തലക്കാലത്തേക്ക് ബൈ 100. അങ്ങനെയാകുമ്പോൾ ഇസ് ഈക്വൽ ടു യു ക്യാൻ സേ 2 × 4/3 പൈ ആർ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് എന്ന് വെച്ചാൽ എ ക്യൂബ് അല്ലേ? എ ക്യൂബ് ഇങ്ങനെ കൊടുക്കുക. നമ്മൾ അടുത്ത പരിപാടി ആറും എയും തമ്മിലുള്ള ബന്ധം. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ R ഈസ് ഈക്വൽ ടു a/2 പറഞ്ഞേക്കേനു. പക്ഷേ BCCക്ക് അതല്ല ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ. R ഈസ് ഈക്വൽ ടു √3 a/4 അല്ലേ? പറയാം A ഈക്വൽ ടു 4r/√3. ഓക്കെ? അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 × 4/3 അല്ലേ? 8/3 പൈ ആർ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 4r/√3 ഹോൾ ക്യൂബ് ഇങ്ങനെ കൊടുക്കാം. എക്ക് പകരം 4r/√3. ഇത് ചെയ്യുമ്പോഴേ യു വിൽ ഗെറ്റ് 8/3 പൈ ആർ ക്യൂബ്. ഇത് ചെയ്യുമ്പോൾ ഇൻറ്റു നേരെ മറിയും. √3ന്റെ ക്യൂബ് കൊടുക്കുമ്പോൾ 3√3 അല്ലേ ഉണ്ടാവുക? 3√3
whole divided by 4 into 4 into 4 means 64 r cube എന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ r cube വെട്ടിപ്പോവും. നെക്സ്റ്റ് 64 ഇതും ചെയ്താൽ വിൽ ഗെറ്റ് 8 കിട്ടും. 3 പോയാൽ ഇത് ബാക്കിയാവും. അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് √3 π/8 ആണ്. √3 π/8 ആൻസർ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.68 അടുത്ത് കിട്ടും. 0.679 ഒക്കെ കിട്ടും. നിങ്ങൾ 0.68 ആക്കി എടുക്കാം. റെഡി? അങ്ങനെയാകുമ്പോൾ ഇത് പാക്കിംഗ് ഫ്രാക്ഷൻ ആണ്. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കാണുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 68%. അതാണ് ഇവിടുത്തെ എഫിഷ്യൻസി ഓഫ് പാക്കിംഗ്. ഇനി അടുത്ത വോയിഡ്സിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഹൗ മച്ച് ഈസ് ദി percentage of voids occupied here. You will get 100 minus 68, you will get 32% ആണ് the percentage of voids occupied in BCC system. Simple cubic percentage of simple cubic efficiency 52.4, BCCയിൽ 68 ഓർത്ത് നോക്കുക. റൈറ്റ്. ഇനി മൂന്നാമത്തത് ദാറ്റ് ഈസ് FCC സിസ്റ്റം ആണ്. FCC ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കാനും FCCയിൽ പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട് അറ്റ് എവിടെയൊക്കെയാണ്? കോർണറിലുണ്ട്, ഫേസിലുണ്ട്. കോർണറിലെ പാർട്ടിക്കിൾസിൻ്റെ 1/8 കിട്ടും, ഫേസിലെ പാർട്ടിക്കിൾസിൻ്റെ 1/2 കിട്ടും. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? 4 ആണ്. അതായത് ആ പെട്ടിക്ക് സ്വന്തമായിട്ട് 4 പാർട്ടിക്കിൾസ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഈ എഫിഷ്യൻസി കാണുമ്പോൾ ഈറ്റ ഈക്വൽ ടു വോളിയം ഓക്യുപ്പൈഡ് ബൈ എത്ര സ്ഫിയറാ? 4 സ്ഫിയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയം ഓഫ് ക്യൂബ് ഇൻറ്റു 100 കൊടുക്കണം അല്ലേ? സോ വിൽ ഗെറ്റ് ഇസ് ഈക്വൽ ടു 4 into 4/3 πr ക്യൂബ്. 4/3 πr ക്യൂബ് വോളിയം ഓഫ് 1 സ്ഫിയർ. അപ്പോൾ 4 into 1 4 സ്ഫിയർ ആയതുകൊണ്ട് ഹോൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ക്യൂബ് എ ക്യൂബ്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു R is equal to A/2√2 ആണ്. എന്ത് സിസ്റ്റം ആയതുകൊണ്ട്? FCC ആയതുകൊണ്ട് ഓരോ സമയത്തും മാറി മാറി വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. R is equal to A/2√2, therefore A equal to 2√2 into R. ഒരു കാര്യം ചെയ്യാം, ഈ 2√2 into R-ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വരും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മാത്സ് ഒക്കെ പഠിച്ചവരാണല്ലോ. അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് അവസാനം കിട്ടുന്നൊരു ആൻസർ ഞാൻ പറയാം 0.74 കിട്ടുക. അല്ലെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് 0.74. റെഡി? അല്ലെങ്കിൽ പറയാം ഇറ്റ് ഈസ് 74% ആണ് അവിടുത്തെ എഫിഷ്യൻസി. 100ലാക്കുമ്പോൾ 74 ആവും. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വോയിഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 26% ആണ് അവിടുത്തെ വോയിഡിൻ്റെ വാല്യൂ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. റെഡി? ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യാം. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എഫിഷ്യൻസി 52.4%, വോയിഡ് 47.6%, BCC 68%, വോയിഡ് 32%, FCC 74, വോയിഡ് 26. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും എഫിഷ്യന്റ് പാക്കിംഗ്, അതായത് മാക്സിമം പാർട്ടിക്കിൾസിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പാക്കിംഗ് അല്ലടോ FCC. Therefore, the efficiency is just like this one. This is the most efficient system. ഇനി ഇതേപോലെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഞാൻ ഫസ്റ്റ് ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലോസ് പാക്കിംഗ് പറഞ്ഞപ്പോൾ HCPയും CCPയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരിക്കാൻ. ആ സമയത്ത് ഒന്ന് AB ടൈപ്പ്, മറ്റൊന്ന് ABC. നിങ്ങൾ ആ പഴയ വീഡിയോ നോക്കുക, മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കേസിലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആരേന്യ FCC തന്നെയാണ്. HCP എന്നും CCP എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? FCC തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ HCPയോ CCPയോ ചോദിച്ചാൽ നിങ്ങൾ FCCക്ക് എന്തൊക്കെ സംഗതികൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ ആരുടെ കേസിലും കൊടുക്കാം, ഈ പറഞ്ഞ HCPയുടെയും CCPയുടെയും കേസിലും കൊടുക്കാം. റൈറ്റ്? ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെല്ലാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെൻസിറ്റി D is equal to മാസ് ബൈ വോളിയ, എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി ആണെങ്കിൽ എനിക്ക് പറയാം മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എന്തോന്നാ യൂണിറ്റ് സെൽ എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഈ മാസ് ഓഫ് യൂണിറ്റ് സെൽ നമ്മൾ കാണുന്നത്? മക്കളെ നോക്കാം.
ഒരു യൂണിറ്റ് സെല്ല് വരക്കാം. ദാറ്റ് ഈസ് ദ യൂണിറ്റ് സെൽ ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഇവിടെ പാർട്ടിക്കിൾസ് ഒക്കെ കാണുന്നുണ്ട്. ഇതെന്ത് സിസ്റ്റമാണ്? സിമ്പിൾ ക്യൂബിക് സിസ്റ്റമാണ്. പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ. ചില കേസിൽ പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ബോഡിയിലുണ്ട്. ദാറ്റ് ഈസ് BCC ആകാം, ചിലപ്പോൾ FCC ആകാം. ഇപ്പം നമ്മളൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാം. അപ്പം എനിക്ക് പറയാം മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബോക്സ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് വെച്ചാൽ ഈ ബോക്സിന്റെ മാസാണോ അല്ലെങ്കിൽ ആ ബോക്സിന്റെ പാർട്ടിക്കിൾസിന്റെ മാസാണോ? ബോക്സ് ഇമേജിനറി അല്ലെങ്കിൽ ബോക്സ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് സ്റ്റഡീസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റുകളൊക്കെ യോജിപ്പിച്ച് വരച്ചപ്പോൾ കിട്ടുന്ന ഷേപ്പാണ് ആ ബോക്സ്. ദർ ഇസ് നോ ബോക്സ് ഇസ് ദ. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് വെച്ചാൽ മാസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലടോ? യെസ്. അപ്പം എനിക്ക് പറയാം മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു, എനിക്ക് പറയാം മാസ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയാൻ പറ്റും. ഇനി സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1, BCC ആണെങ്കിൽ 2, FCC ആണെങ്കിൽ 4. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് പാർട്ടിക്കിൾസിന് പകരം എനിക്ക് ഇങ്ങനെ പറയാം, മാസ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ പറയാം, Z ഇൻറ്റു മാസ് ഓഫ് 1 പാർട്ടിക്കിൾ എന്ന് പറയാം. Z ഇൻറ്റു മാസ് ഓഫ് 1 പാർട്ടിക്കിൾസ്. സിമ്പിൾ ക്യൂബിക്കിൽ Z ഈസ് ഈക്വൽ ടു, Z മീൻസ് എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. Z വാല്യൂ 1 ഇൻറ്റു മാസ് ഓഫ് 1 പാർട്ടിക്കിൾ ഇസ് നത്തിങ് ബട്ട് മാസ് ഓഫ് 1 പാർട്ടിക്കിൾസ്. BCC ആണെങ്കിൽ അപ്പം നിങ്ങൾ എന്താ പക്ഷേ 8 ഇല്ലേ? നേരത്തെ പറഞ്ഞേക്കെ ഈ 8 മൊത്തം ഇയാൾക്ക് സ്വന്തമല്ല, ഇതിൻ്റെ 1/8 ഇയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ 8 കോണറിന് 8 ഇൻറ്റു 1/8 യു വിൽ ഗെറ്റ് 1. അതുപോലെ Z ഇൻറ്റു മാസ് ഓഫ് 1 പാർട്ടിക്കിൾസ്. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, നെക്സ്റ്റ് ആണ് BCC ആകുമ്പോൾ Z വാല്യൂ 2 കൊടുക്കുക. 2 ഇൻറ്റു മാസ് ഓഫ് 1 പാർട്ടിക്കിൾ ഇസ് നത്തിങ് ബട്ട് മാസ് ഓഫ് 2 പാർട്ടിക്കിൾസ്. FCC ആകുമ്പോൾ 4 ഇൻറ്റു മാസ് ഓഫ് 1 പാർട്ടിക്കിൾസ് മീൻസ് മാസ് ഓഫ് 4 പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാം, മാസ് ഓഫ് 1 പാർട്ടിക്കിൾസിന് നമുക്കൊരു ഇക്വേഷൻ വേണം. മാസ് ഓഫ് 1 പാർട്ടിക്കിളിന് ഒരു ഇക്വേഷൻ. ഉദാഹരണം, നിങ്ങൾക്ക് സോഡിയം എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്നിരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടില്ലേ 6.023 ഇൻറ്റു 10⁻23. അത്രയും എണ്ണം സോഡിയത്തിൻ്റെ മാസ് അല്ലേ 23 ഗ്രാം. ആ 23 ഗ്രാമിന് പറഞ്ഞ പേരല്ലേ ഈക്വൽ അറ്റോമിക് മാസ് എന്ന് പറയാം. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് 23. 23 ഗ്രാമിന് 1 മോൾ എന്നാ പറയുക. 1 മോളിൽ ഇത്രയും നമ്പർ ഓഫ് സോഡിയം ആറ്റം ഉണ്ടാവും. റെഡി? അങ്ങനെയാണെങ്കിൽ ഒരു മാസ് ഓഫ് ഇത്രയും നമ്പർ ഓഫ് സോഡിയം ആറ്റത്തിൻ്റെ മാസ് 23 ഗ്രാം. മാസ് ഓഫ് 1 സോഡിയം ആറ്റമാണെങ്കിൽ 23 ഡിവൈഡഡ് ബൈ 6.02 ഇൻറ്റു 10⁻23 ആണ്. റെഡി? ഈ 23 നമ്മൾ പറഞ്ഞ പേരല്ലേ അറ്റോമിക് മാസ് എന്ന് പറയാം. ജനറലി സോഡിയത്തിൻ്റെ കേസിൽ 23, ജനറലി എനിക്ക് പറയാം അറ്റോമിക് മാസ് AM. ഓക്കെ, ഡിവൈഡഡ് ബൈ ചിലപ്പോൾ ചിലർ M എന്ന് കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ M മീൻസ് അറ്റോമിക് മാസ്, ഡിവൈഡഡ് ബൈ NA മീൻസ് എന്ത് നമ്പറാ? അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ജനറലി മാസ് ഓഫ് 1 പാർട്ടിക്കിൾസിന് പകരം എന്ത് കൊടുക്കാം? എനിക്ക് ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ NA എന്ന് കൊടുക്കാം. മാസ് ഓഫ് 1 പാർട്ടിക്കിൾസ്. ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ്, അതേസമയം പാർട്ടിക്കിൾസ് മോളിക്കുലർ ആണെങ്കിൽ മോളിക്കുലർ മാസ് M/NA എന്ന് കൊടുക്കാം. Therefore, mass of particles is equal to Z into capital M divided by NA ഇങ്ങനെ കൊടുക്കാം. And finally എനിക്ക് അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഈസ് മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് നത്തിങ് ബട്ട് മാസ് ഓഫ് പാർട്ടിക്കിൾസ് ആ. മാസ് ഓഫ് പാർട്ടിക്കിൾസിന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. Z ഇൻറ്റു M/NA കിട്ടി. ഇസ് ഈക്വൽ ടു Z ഇൻറ്റു M/NA ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ക്യൂബ്? A ക്യൂബ്. നിങ്ങൾക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു A ക്യൂബ് ആണ്. A ആണ് എഡ്ജ് ലെങ്ത്. Therefore, D is equal to Z into M divided by NA into A cube. This is the equation to calculate the density, where Z is effective number of particles. Simple cubic in 1, FCC 4, BCC 2. M atomic mass or molecular mass.
NA മീൻസ് അവഗാഡ്രോ നമ്പർ, A മീൻസ് എഡ്ജ് ലെങ്ത്. ഇത് കൊടുത്താൽ നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി കാണാൻ പറ്റും, റൈറ്റ്? ഇനി ഇതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ യൂണിറ്റ് പറയാം മാസ് ഡിവൈഡ് ബൈ വോളിയം. പക്ഷേ ഈ കേസിൽ അറ്റോമിക് മാസ് ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ഗ്രാമിലല്ലേ പറയാം. അങ്ങനെയാകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഗ്രാം മീൻസ് CGS ആണ്, ഒന്നുകിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഒന്നുകിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിക് ആണ് CGS ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ആ ഡെൻസിറ്റിയുടെ ഭാഗം കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്, റൈറ്റ്? പ്രിയപ്പെട്ട +2 സ്റ്റുഡൻസ്, നിങ്ങളുടെ ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയല്ല, ഞാനിതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഭാഗങ്ങളുണ്ട്, അതും കൂടി ഞാൻ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് IIT എക്സാമിനേഷനൊക്കെ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അഡ്വാൻസ്ഡ് ഭാഗം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. റെഡി? അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഐ ആം വെരി ഫ്രീ, യു ക്യാൻ ആസ്ക് 9387849592 എന്ന് പറയുന്ന നമ്പറിൽ ചോദിക്കുകയാണെങ്കിൽ, വാട്സപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ട്, ഞാൻ തീർത്തു തരും. ഇനി ഒരു പാർട്ടും കൂടിയും എടുത്താൽ മാത്രമേ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കഴിയുള്ളൂ. അതിങ്ങനത്തെ പ്രോബ്ലംസ് എന്നല്ല, തിയറി പാർട്ടാണ്, വെരി സിമ്പിൾ പാർട്ടാണ്, വേഗം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്നൊക്കെയാണ് പറയാം, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആ പാർട്ടോട് കൂടി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കഴിയും. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ വേറൊരു സെഷനിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.